മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ്, KSRTC കാര്യമായി ഇല്ലാത്ത സ്ഥലം, സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായി പണിമുടക്കുക കൂടി ചെയ്യുന്നതോടെ പൂർണ്ണമായും നഗരം ഒരു സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ്. ശ്രീജ, മലപ്പുറം നഗരം പൂർണ്ണമായും ഈ ഒരു പണിമുടക്കിൽ സ്തംഭിച്ചിരിക്കുന്നു എന്ന് എല്ലാ അർത്ഥത്തിലും പറയാം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. KSRTC സർവീസ് നടത്തുന്നില്ല. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളും മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങുന്നത് പ്രതിഷേധക്കാർ തടയുന്ന ഒരു കാഴ്ചയും നമ്മൾ സമയം മുമ്പ് കണ്ടു. അത്തരത്തിൽ ജനജീവിതത്തെ നേരിട്ട് തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മലപ്പുറത്ത് ഇത്രയും മണിക്കൂറുകൾ ഈ ഒരു പ്രതിഷേധ സമരം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സമയം മുൻപ് CITയുടെയും സംയുക്ത സമര സമിതിയുടെയും നേതൃത്വത്തിൽ ഇവിടെ നിന്നും പ്രതിഷേധ ജാഥയും ആരംഭിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ മലപ്പുറം നഗരം വലം വെച്ച് അവർ ഇവിടെ എത്തും. ഇവിടെ KSRTCക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുള്ള വേദിയിൽ സമരത്തിൻ്റെ പ്രഖ്യാപനവും പ്രതിഷേധവും നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ പോലീസിൻ്റെ ഒരു സന്നാഹവും ഏതു സാഹചര്യത്തെയും നേരിടുവാൻ സജ്ജമായി നിർത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകൾക്ക് നേരെ ഒരു തരത്തിലും അതിക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് പോലീസ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ 8:30 എറണാകുളത്തേക്ക് പുറപ്പെട്ട KSRTC ബസ് സമരക്കാർ തടഞ്ഞെങ്കിലും പോലീസ് അവരെ പിന്തിരിപ്പിച്ചിരുന്നു. സർവീസ് ആരംഭിച്ചിരുന്നു. 6 സർവീസുകൾ മാത്രമാണ് ഇന്ന് മലപ്പുറത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നേരത്തെ പലപ്പോഴും തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ചതിന് ശേഷം വിട്ടയക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സമരക്കാരിൽ നിന്നും കണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം, ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം, അത്തരത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ സമരത്തിൻ്റെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരുടെ പ്രതിഷേധവും അവരുടെ ഒരുമിച്ചുള്ള സംഗമവും പ്രതിഷേധ സമ്മേളനവും ഒക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ശ്രീജ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി